ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് സൂറത്ത് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഡ്രിങ്ക് കോൾഡ് കൊക്കോ ആണ്. ജസ്റ്റ് 2 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നതിൽ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഡാർക്ക് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്കോ ലൈറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. സാധാരണ ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല കൊഴുപ്പോടുകൂടി നല്ല തിക്കായിട്ടാണ് സെർവ് ചെയ്യുക. അതായത് കോൺഫ്ലോറിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. 2 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത്രയധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അളവ് കുറച്ചിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് ഫുൾ ക്രീമായിട്ടുള്ള പാൽ, വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യാത്ത പാലാണ് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പാൽ നല്ലതുപോലെ തിള വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറും കൊക്കോ പൗഡറും കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പാകത്തിനകത്തോട്ടൊക്കെ മാറുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, കോൺഫ്ലോറിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 സ്പൂൺ മുഴുവനായി ചേർത്ത് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ നമ്മുടെ നട്ട്സൊക്കെ ഫിൽഡായിട്ട് വരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. അത് ഇപ്പം ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറണം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി വരുമ്പോഴത്തേക്കും കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചൂടാറും തോറും ഇത് നല്ല തിക്കായിട്ടങ്ങ് മാറും. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലോട്ടേക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ വഴിയോര കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഡ്രിങ്ക്സിലൊക്കെ അവർ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇങ്ങനെ കുത്തിപ്പൊടിച്ചിട്ട് ധാരാളം ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരിയധികം വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്തിട്ട് ഗ്ലാസ്സിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഡ്രിങ്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ ഇവരവർ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ഗ്ലാസ്സിലോട്ടേക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചുറ്റിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റൈലിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു രീതിയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഡ്രിങ്ക് ആയിട്ടുള്ള കോൾഡ് കൊക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.